ഒരുപാട് കാലമായിട്ടോ ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് വീഡിയോ ഇടാത്തതിൻ്റെ കാരണം വേറൊന്നുമല്ല. ആകെ എന്തൊക്കെയോ വിഷമങ്ങളാട്ടോ, കുറേ വേദനകളുണ്ട്, അതുപോലെ തന്നെ വിഷമങ്ങൾ, പിന്നെ കുറേ ആൾക്കാരുടെ വേർപാടൊക്കെ തന്നേക്കുന്ന കേട്ടോ ഈ 2025. അതുകൊണ്ട് മനസ്സിന് നല്ലൊരു ശാന്തതയോ സമാധാനമോ ഒന്നുമില്ല കേട്ടോ. കുറേയായി എൻ്റെ അച്ഛൻ മരിച്ച പിന്നെ ഇങ്ങനൊരു ഒരു ഡിപ്രഷൻ മൂഡിലാട്ടോ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തിനും ഒരു നെഗറ്റീവ് കണ്ടെത്തുക, എന്തൊക്കെയോ വിഷമങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ മനസ്സിൽ നിൽക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഞായറാഴ്ചയൊക്കെ പറയും നമുക്ക് വല്ലയിടത്തും എങ്ങോട്ടെങ്കിലും പോകാം. കാരണം ആ വീടിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് മാറി നിൽക്കി ഒറ്റപ്പെട്ട ആ ഒരു അന്തരീക്ഷ ഭാഗങ്ങളിൽ നിന്ന് മാറി എങ്ങോട്ടേലും കുറച്ച് ആൾക്കാരൊക്കെ കൂടുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ചേട്ടായി പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് മലങ്കര ഡാമിൽ പോകാമെന്ന് പറഞ്ഞു കേട്ടോ. മലങ്കര എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് നേരമൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് കുറേയൊക്കെ ശാന്തമാകും കേട്ടോ. അങ്ങനെ പിള്ളേരെയെല്ലാം ഒരുക്കി കെട്ടി ഞങ്ങൾ ഇറങ്ങി കേട്ടോ. കാരണം എന്തൊക്കെയോ വിഷമങ്ങൾ, എന്താ വിഷമിക്കാനോ കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, എന്താണ്ടൊക്കെയോ ഉണ്ട്. നോക്കുവാണെങ്കിൽ അവിടെ ഇവിടെ എല്ലാം പ്രശ്നങ്ങളാകട്ടോ. പക്ഷേ അതൊന്നും ഓർക്കാതെ നടക്കുവാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ പോകുക കേട്ടോ. മഴയായിരുന്നു, എന്നാലും ചുമ്മാ പോകാം. പിള്ളേർക്കൊക്കെ മറ്റേ സംഭവങ്ങളിലൊക്കെ കയറാനൊക്കെ പറ്റത്തൊന്നുമില്ല, കാരണം മഴയൊക്കെ അല്ലേ. അങ്ങനെ നമ്മളിതേ മുട്ടം കഴിഞ്ഞ് കുറച്ചും കൂടെ പോകണം കേട്ടോ. അങ്ങനെ മലങ്കര ഡാമിൻ്റെ കവാടത്തെങ്കിലും എത്തി കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് താഴോട്ടിറങ്ങി കഴിയുമ്പോൾ പാസ്സൊക്കെ എടുക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ. എൻ്റെ മറ്റേ ചാനലിൽ ഞാൻ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് വീഡിയോ ഇടാത്ത എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ആരും കാണുന്നുമില്ല, ഒരു റെസ്പോൺസും ഇല്ല, ഒന്നുമില്ല. എങ്ങനെയും രക്ഷപ്പെടാമല്ലോ എന്ന് ഓർത്ത് നമ്മൾ ചെയ്യുന്നത് ശരിക്കും. പക്ഷേ ഒരു രീതിക്ക് നമ്മൾ രക്ഷപ്പെടുകയില്ലാത്ത രീതിയിൽ വലിയ വ്യൂസ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്തിനാണ് നമ്മളായിട്ടിങ്ങനെ വെറുതെ സമയം കളയുന്നത്. ആ സമയം ഉണ്ടെങ്കിൽ ചുമ്മാ ഇരിക്കാമല്ലോ എന്നൊരു ചിന്തയങ്ങ് കയറിയ വന്നേ പിന്നെ ആട്ടോ ഇങ്ങനെ വീഡിയോ ഇടാനൊരു ബുദ്ധിമുട്ട് വന്നതേ. വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ആട്ടോ. ഇങ്ങനെ മനസ്സിൽ തോന്നി നീ ചെയ്യുക, എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുന്നത്. സ്റ്റാർട്ടിങ് ട്രബിൾ ഒരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എന്നേലും ആട്ടെ എന്ന് ഓർത്ത് ചെയ്യാമെന്ന് വെച്ച് കേട്ടോ. അങ്ങനെ മഴയെല്ലാം ഭയങ്കരമായിട്ടും ചെളിയൊക്കെ ആയിട്ട് കിടക്കും കേട്ടോ ആ ഭാഗങ്ങളൊക്കെ. പിന്നെ പിള്ളേരെയൊക്കെ ഒന്ന് പിള്ളേരൊക്കെ കുഞ്ഞിലേ ആട്ടോ ഞങ്ങളിങ്ങനെ ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു പാർക്കിൽ ഒരു ചെറിയൊരു പാർക്കുണ്ട് കേട്ടോ പിള്ളേർക്ക് കളിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കൊണ്ടുപോയി അവരെയൊക്കെ ഒന്ന് എൻജോയ് ചെയ്യിക്കാം. അവരുടെ സന്തോഷവും പിന്നെ അവിടെ വരുന്ന കുഞ്ഞുങ്ങളുടെയൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ ആദ്യമേ പോയേക്കുന്ന മലങ്കര ഡാമിൻ്റെ ഭാഗത്തേക്കാട്ടോ. ശരിക്കും ഞായറാഴ്ച ആണെങ്കിലും ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അവിടെയൊക്കെ സ്ഥലങ്ങൾ കാണാനൊക്കെ ആയിട്ടും. അതുപോലെ തന്നെ എന്താ പറയുക, ഞാൻ ശരിക്കും ഓർക്കാറുണ്ട് ഇവിടെയൊക്കെ ഉള്ള ആൾക്കാർ എന്ത് ഭാഗ്യം ചെയ്ത് തരാമെന്ന്. 2-3 വീടുകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. കാരണം ഇവർക്ക് എന്നും ഈ സ്ഥലങ്ങളൊക്കെ കാണുകയും അവിടെ പോയി ഇരിക്കുകയൊക്കെ ചെയ്യത്തില്ലേ. നമുക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം ഇവിടെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരുന്നാണെങ്കിലും നമുക്ക് കുറച്ചൊക്കെ പ്രകൃതി ഭംഗി ആസ്വദിച്ചാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരുന്നാണെങ്കിലും നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആവും കേട്ടോ. കാരണം നമുക്ക് വെള്ളമൊക്കെ ചാടുന്നത് പെറുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ പോയിരിക്കാൻ കേട്ടോ. നല്ല വിഷമമുള്ള സമയത്താണെങ്കിൽ തന്നെ പോയിരിക്കണം. ആ ഒരു കുറേ ചാരുകസാരയൊക്കെ അവിടെ ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കസാരയിലൊക്കെ പോയിരുന്ന് ഇങ്ങനെ വിദൂരത്തോട്ട് നോക്കിയിരിക്കാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ. ഇതുണ്ട് അങ്ങനെ അടിപൊളി സ്ഥലമാണ് കേട്ടോ, കാണാൻ തന്നെ അടിപൊളിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഇവിടെ വരുന്നത്, നടക്കാൻ പോകുന്നതൊക്കെ. വീഡിയോ ഒന്നും എടുക്കരുതെന്നാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. എന്നാ ചെയ്യാനാ, ഞാൻ ചുമ്മാ അങ്ങ് എടുത്തു കേട്ടോ. കാരണം വല്ലപ്പോഴും ഒക്കെ അല്ലേ വരുന്നുള്ളൂ. അടിപൊളിയാട്ടോ. ഇതിലേക്ക് നേരത്തെ ഒന്നും ഇവിടെ ചെടിയൊന്നും വെച്ച് പിടിപ്പിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഇത് ചെടിയെല്ലാം വെച്ച് പിടിപ്പിച്ച് അടിപൊളി സൂപ്പറാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. മഴയാണെങ്കിൽ ഒത്തിരി പേര് വന്നിട്ടുണ്ടേ. പിന്നെ എൻ്റെ കുറുമ്പിമണികൾ ഇങ്ങനെ അടിച്ചും പൊളിച്ചും ഡാൻസും കളിച്ചും പാട്ടും പാടിയൊക്കെ അങ്ങനെ പോവുക കേട്ടോ. കാരണം അടിപൊളിയായിട്ട് അവർക്ക് ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യണം. പിന്നെ ചേട്ടായി ആണെങ്കിലും ചേട്ടായിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തൊക്കെ വെള്ളമൊക്കെ ചാടുന്നത് കാണുന്നതും പിന്നെ ഷട്ടറൊക്കെ തുറന്നേക്കുന്നത് കാണുന്നതൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ ദൂരത്ത് നോക്കത്താ ദൂരത്ത് ഇങ്ങനെ കിടക്കുന്ന മലങ്കര ഡാം, ഇതൊക്കെ വളരെ ഭംഗിയാണ് കേട്ടോ. അതുണ്ട് മലകളുണ്ട്, അതുണ്ട് ഷട്ടറൊക്കെ തുറന്നിട്ട് വെള്ളം, ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും പേടിയാവും കേട്ടോ. എന്നാലും എന്താ പറയുക, ഒച്ചയും ഒക്കെ നമുക്ക് ഭയങ്കര രസമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കിതൊക്കെ കാണുമ്പോഴേ വല്ലപ്പോഴും നമ്മൾ കാണുന്നുള്ളത് കൊണ്ട് ഭയങ്കര രസമാണ്. പിന്നെ ഒത്തിരി ആൾക്കാരെയൊക്കെ കാണാമല്ലോ, അതും ഭയങ്കര രസമാണ് കേട്ടോ. ശരിക്കും നമുക്ക് ബുദ്ധിമുട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു നമ്മൾ ഈ വീട്ടിൽ വേറെ ഒരു പണിയില്ലാതെ ഇങ്ങനെ വീട്ടിലിങ്ങനെ കുത്തിയിരിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പാർക്കിൽ വന്നു. അങ്ങനെ പാർക്കിൽ വന്നു കഴിഞ്ഞിട്ട് ചേട്ടാ ഇവിടെ ഒരു ഐസ്ക്രീം വണ്ടി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി ഐസ്ക്രീമൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. അങ്ങനെ നമ്മളിത് ഐസ്ക്രീം കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ്. പിന്നെ അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നു, തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. തണുപ്പത്തും മഴയത്തൊക്കെയല്ലേ അടിപൊളിയല്ലേ ഐസ്ക്രീം. അങ്ങനെ പിള്ളേരും ഞങ്ങളെല്ലാം കഴിച്ചു കേട്ടോ. ആ ഗ്രൗണ്ടിലൊക്കെ നിറയെ വെള്ളമായിരുന്നു കേട്ടോ. പിന്നെ ഓരോ സ്ഥലത്ത് കയറാൻ വേണ്ടി നോക്കുന്നിടത്തെല്ലാം ചോട്ടിലും വെള്ളം, അപ്പുറം ഇപ്പുറത്തൊക്കെ വെള്ളമായിരുന്നു. എന്നാലും ഇവിളുമാരെ ചേട്ടായി കയറ്റിയില്ല, ഡ്രസ്സുകളൊക്കെ ചെളി
കളി പറ്റും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. എന്നാലും പിള്ളേരൊക്കെ എൻജോയ് ചെയ്യുന്ന പിള്ളേർ ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ. കയറി മറിയുന്ന പിള്ളേരുണ്ടായിരുന്നു, ചെളിക്കകത്തോടെ എല്ലാം ചാടുന്ന പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. വല്ലപ്പോഴും അല്ലേ വീടിന് വെളിയിൽ ഇറങ്ങുന്നേ, അതിൻ്റെ സന്തോഷം കേട്ടോ. അപ്പോൾ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചതേ ഫ്രണ്ടിലേക്ക് പോവാം കേട്ടോ. എൻ്റെ മുഖമൊക്കെ കണ്ടാലറിയത്തില്ല എന്തൊക്കെയോ വിഷമങ്ങളൊക്കെ ഉണ്ടെന്ന്. അതെ കേട്ടോ, എനിക്കങ്ങനെ വിഷമങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഐസ്ക്രീം തിന്നുന്നതല്ല നിങ്ങൾ ഉദ്ദേശിച്ചത്, അതുകൊണ്ടൊന്നുമല്ല. എനിക്ക് ടെൻഷൻ അടിക്കുമ്പോൾ കൂടുതൽ ഭക്ഷണം കഴിക്കാനുള്ള ടെൻഡൻസി കൂടും കേട്ടോ. വിഷമം കയറുമ്പോൾ ഒരു പ്ലേറ്റിൽ 2 പ്ലേറ്റും കൂടെ കഴിക്കും കേട്ടോ. ഒരു പ്ലേറ്റ് ആയിരിക്കും ഫ്രണ്ടിലിരിക്കുന്നത്, അതും കൂടെ കഴിഞ്ഞിട്ട് ഒരു പ്ലേറ്റും കൂടെ ഞാനെടുത്ത് കഴിക്കും കേട്ടോ. അതുകൊണ്ട് കാക്കയൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ ഞങ്ങളിതേ പാർക്കിൻ്റെ ഭാഗത്തേക്ക് പോവാം കേട്ടോ. പണ്ടത്തെക്കാലം ഒരു ഇച്ചിരി കൂടെ വിപുലീകരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. 2-3 സാധനങ്ങളൊക്കെ കൂടുതൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അവിടെ പാട്ടുണ്ട്, അതുപോലെ തന്നെ അവിടെ മലങ്കര ഡാമിൻ്റെ ഒരു ചെറിയൊരു ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പാർക്കിൻ്റെ ഒരു മലങ്കര ഡാം എന്ന് പറഞ്ഞൊരു ചെറിയൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ പുതിയതുണ്ട് കേട്ടോ. എന്നാലും എവിടെയും ചെളിയും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ചെറിയൊരു ഇറിറ്റേഷനൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു മഴയുടെ ഒരു അന്തരീക്ഷം കേട്ടോ ചുറ്റും കാണുന്നതൊക്കെ. ഒത്തിരി നേരമൊന്നും കളിക്കാൻ പറ്റുകയില്ല, കാരണം എപ്പോഴാണ് മഴ വരുന്നതെന്ന് അറിയത്തില്ല കേട്ടോ. എല്ലാ റൈഡിൻ്റെ ഫ്രണ്ടിലും വെള്ളമുണ്ട് കേട്ടോ. വെള്ളത്തിൽ കളിക്കാൻ തയ്യാറുള്ള പിള്ളേരാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല, വെള്ളത്തിൽ കൂടെ ചാടി നടന്ന് കളിക്കാം. പിന്നെ ഈ വെള്ളം ആകുമ്പം എല്ലാവരും കയറി ഇറങ്ങി അപ്പടി ചെളിയും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ പൊന്നാച്ചിക്കും കുഞ്ചിക്കൊന്നും അങ്ങനെ അങ്ങ് കയറി ഇറങ്ങി നടക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ചെന്നപ്പോൾ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇഷ്ടം പോലെ ആൾക്കാർ വന്നു കേട്ടോ. കുറേ നേരം കണ്ടതേ ഊഞ്ഞാലിൻ്റെയൊക്കെ അടിയിൽ മൊത്തം വെള്ളമാണ്. വെള്ളത്തിൽ ചവിട്ടിയിട്ട് വേണം കേട്ടോ ആടാനൊക്കെ ആട്ടെ. അപ്പോൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇവളുമാരെ കയറ്റുകയും പെറുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ഊഞ്ഞാലിലും അതുപോലെ തന്നെ 2-3 റൈഡിലൊക്കെ കയറ്റി അവൾമാർക്കൊന്നൊരു ഇഷ്ടമൊക്കെ തോന്നാൻ വേണ്ടി എല്ലായിടത്തോടെയും കയറി ഇറക്കി കേട്ടോ. കാരണം ചെളിയൊന്നും പറ്റിക്കാതെ ഞാൻ എടുത്തു പെറുക്കിയൊക്കെയാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറ്റി ഇറക്കുകയൊക്കെ ചെയ്തത്. അങ്ങനെ ഇതുണ്ട്. നമുക്കിതേ ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ചാരുകസാരയൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കിങ്ങനെ വിദൂരത്തിലേക്ക് നോക്കി വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിഷമങ്ങളൊക്കെ നമുക്ക് ആരോടെങ്കിലൊക്കെ പറയാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് അങ്ങ് പറയാം കേട്ടോ. കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്, വേറൊന്നുമല്ല. അങ്ങനെ കുഞ്ചീനെ ഞങ്ങളിതേ മണ്ടയ്ക്കേറ്റ് നിർത്തി കേട്ടോ. പക്ഷേ താഴോട്ട് ചാടിയിട്ടുണ്ടെങ്കിൽ വെള്ളത്തിനകത്തേക്ക് ചാടുന്നത്. അതുകൊണ്ട് കുഞ്ചീനെ മുകളിൽ നിന്ന് ഊർത്തി താഴെ കൊണ്ടുവന്നിട്ട് ഞാൻ അങ്ങോട്ട് മാറ്റുക കേട്ടോ ചെയ്തത്. അങ്ങനെ കുറേ നേരം തത്തി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കേട്ടോ. ഒത്തിരി ആൾക്കാരാകട്ടോ. നമ്മൾ ശരിക്കും നമ്മുടെ ജീവിതം ലൈഫ് എൻജോയ് ചെയ്യുന്നൊന്നുമില്ല, ചുമ്മാ അങ്ങോട്ട് ജീവിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. പക്ഷെ ഒരുപാട് ആൾക്കാർ എന്താ പറയുക, പിള്ളേരെയും കൊണ്ടാണെങ്കിലും എല്ലാവരെയും കൊണ്ടാണെങ്കിലും അച്ഛനെയും അമ്മേനെയും കൊണ്ട് വരുന്നവരുണ്ട്. അങ്ങനെ എല്ലാവരും എൻജോയ് ചെയ്തേ ആ ഒരു ദിവസം ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്ന ആൾക്കാരുണ്ടാകട്ടോ. അതുകൂടാതെ സിസ്റ്റർ കുറേ ബാലഭവനിലെ പിള്ളേരാണെന്ന് തോന്നുന്നു, കുറേ പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വല്ലപ്പോഴും പുറത്തിറങ്ങാമെന്നാണെന്ന് തോന്നുന്നു. എല്ലാവരും ചെളിക്കകത്തോടെ ചാട്ടവും മറിച്ചിലും വരുന്നു കേട്ടോ. ചെളിയെല്ലാം മേത്തോടെ വറ്റിച്ചുകൊണ്ടാട്ടോ ഓടുകയും ചാറുകയും മറിയുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ സിസ്റ്റർ ഒരിക്കലും അവരോട് അയ്യോ ചെളിക്കകത്ത് ചാടരുത് മറിയരുതെന്നൊന്നും പറഞ്ഞൊന്നുമില്ല കേട്ടോ. ഇവർ നല്ല ചാട്ടവും മറിച്ചിലൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിച്ചാടിയൊക്കെ നടക്കുമായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ബോർഡ് വെച്ചിട്ടുണ്ടെന്ന്, ഇതാട്ടോ ബോർഡ് വെച്ചേക്കുന്ന മലങ്കര എന്ന് പറഞ്ഞ് എഴുതി കേട്ടോ. ഒരുപാട് ചാരുകസാരയൊക്കെ ഉണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട് ഗൈസ്, മൊത്തം വെള്ളം കേട്ടോ. വെള്ളത്തിനകത്ത് ഇരിക്കേണ്ടി വരും പോയി. അല്ലെങ്കിൽ ആദ്യം പോയി ഒന്ന് ഡ്രസ്സിലൊക്കെ ഒന്ന് വെള്ളം പറ്റിച്ചിട്ട് പിന്നെ പോയിരിക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. കാരണം പിന്നെ അവിടെ ഉണങ്ങിക്കിടക്കുമല്ലോ. കണ്ടോ, നല്ല നോക്കത്താ ദൂരത്ത് വെള്ളമല്ല. നമുക്ക് ആ വശങ്ങളിലൊക്കെ നടന്ന് പോകാം കേട്ടോ. അവിടെ എല്ലാം ചാരുകസാരയൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് പണ്ടൊക്കെ ഞാൻ വിഷമം വരുമ്പോൾ ഞാൻ ഇവിടെ പോകാമെന്ന് കേട്ടോ പറയുന്നത്. അവിടെ പോയി കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും. എല്ലാവരെയും കണ്ടു കഴിയുമ്പോൾ കുറേയൊക്കെ സന്തോഷമാകും കേട്ടോ. ഞാനും കയറിയിരുന്നു കേട്ടോ, മറ്റേ നമ്മുടെ ചാരുകസാരയിൽ ഇരുന്ന് കുറച്ച് നേരം ആടി കേട്ടോ. ഒരുപാട് കാലമായിട്ട് ഊഞ്ഞാലയിലൊക്കെ കയറിയിട്ടും ആടിയിട്ടും. പക്ഷെ ഇപ്പോൾ എനിക്ക് അങ്ങനെ കയറത്തൊന്നുമില്ല. കയറി കഴിയുമ്പോഴത്തേക്കും ഛർദ്ദിക്കാൻ വരും കേട്ടോ. പണ്ടൊക്കെ ഒരുപാട് അങ്ങനെ കയറുകയും മറിയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഓണമൊക്കെ ആയാലും അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീടിൻ്റെ അവിടെ 2 മരങ്ങളുടെ നടുക്ക് എപ്പോഴും കാണും ഒരു ഊഞ്ഞാൽ ആടാൻ വേണ്ടി കേട്ടോ. പിന്നെ പുതിയതായിട്ട് കൊണ്ടുവന്നൊരു സംഭവം കേട്ടോ. ഇതേയും ഹെലികോപ്റ്ററാണ്. അതിന് നടുക്കെ പിടിച്ചിങ്ങനെ നമ്മളിങ്ങനെ കറക്കുമ്പോൾ അതിൻ്റെ മുകളിലത്തെ ലീഫ് കറങ്ങിക്കോളും കേട്ടോ. അങ്ങനെ കുറേ നേരം ചേട്ടായി പിള്ളേരെയൊക്കെ തത്തി അങ്ങോട്ട് കറക്കവും പെറുക്കുകയൊക്കെ ചെയ്തു. ഉളുമാരവിടെ കയറിയിരുന്ന് കുറേ കറക്കവും പെറുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പൊന്നാച്ചിയൊക്കെ പിന്നെ ഭയങ്കര ഒരു സന്തോഷമാണ്. കാരണം അവരുടെ ആ ഏജിലുള്ള ആൾക്കാർ എല്ലാവരും വന്ന് കിടന്ന് കളിക്കുന്നു പെറുക്കുന്നു. അപ്പം അവർക്കൊരു സന്തോഷം, ഭയങ്കര ഹാപ്പി. അവരും നല്ലപോലെ മാക്സിമം എൻജോയ് ചെയ്യും കേട്ടോ. പിന്നെ ഞാനീ പുറത്തോടെ പോകുന്നത് വെച്ചാൽ എല്ലാവരെയും മനുഷ്യരെ കാണാം, പിന്നെ എന്തെങ്കിലും ഫുഡ് കഴിക്കാം, ആ ഒരു ഉദ്ദേശത്തിലാട്ടോ. ഞാൻ പറഞ്ഞല്ലോ ടെൻഷൻ കയറി എനിക്ക് ഒരു പ്ലേറ്റിന് പകരം ഞാൻ 2 പ്ലേറ്റ് കഴിക്കും കേട്ടോ. അങ്ങനെ നമ്മളിതേ അവളുമാരുതി അതിനകത്തൊക്കെ കയറി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒത്തിരി ആൾക്കാർ നമുക്ക് പിന്നെ പിള്ളേരെ അങ്ങനെ പുറകെ നടന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഡേഞ്ചറായിട്ടുള്ള ഒരു സംഭവം ഇതിനകത്തില്ല കേട്ടോ. അത്യാവശ്യം പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന സാധനങ്ങൾ, അവർ കയറി വീഴുന്ന സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ കണ്ടതേ മഴയൊക്കെ ചെറുതായിട്ട് പെയ്യാനൊക്കെ ഇങ്ങനെ ഒരു മൂടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇവിടുന്ന് കടന്ന് പുറത്ത് പോകണം, അല്ലെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ പണിപാളും കേട്ടോ.
അങ്ങനെ ദേ പൊന്നാച്ചിക്ക് കയറാത്ത സ്ഥലങ്ങളില്ല. പൊന്നാച്ചി അതിലും ഇതിലും എല്ലാം പോയി ഓടി നടന്ന് കയറും കേട്ടോ. പക്ഷേ ഇറങ്ങാൻ പറ്റില്ല, ഇറങ്ങുന്നത് ചെളിക്കകത്തൊക്കെ ഇറങ്ങുന്നെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കുഞ്ചിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിൽ എനിക്ക് പേടിയുള്ള ആളാണ്, പിന്നെ എൻ്റെ അച്ഛയ്ക്ക് പേടിയുണ്ട്, അതുപോലെ തന്നെ പൊന്നാച്ചിക്കുമായിരുന്നു പേടിയുണ്ടായിരുന്നത്. കുഞ്ചിക്ക് ഇച്ചിരി എങ്ങനെ ധൈര്യം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോഴും കുഞ്ചിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. ആണ്ടടാ ഞങ്ങൾക്ക് മഴ വന്നു കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളെല്ലാം കൂടി ഓടി വണ്ടിയുടെ അങ്ങോട്ടേക്ക് ഓടുക കേട്ടോ. മഴ തൂളി തുടങ്ങിയിട്ടുണ്ട്, എല്ലാവരും കൂടെ ഒന്ന് കയറുക കേട്ടോ. പിള്ളേരൊക്കെ ആണെങ്കിലും കളിച്ചുകൊണ്ട് വന്ന പിള്ളേർ സിസ്റ്ററൊക്കെ പിള്ളേരെല്ലാം വിളിച്ചു കൂട്ടി അവർ പോകാനുള്ള പരിപാടിയാണ്. എല്ലാവരും പോവുക, കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വേറെ തണലുകളൊന്നുമില്ല, അങ്ങനെയെല്ലാം മഴ കൊള്ളാതിരിക്കാനുള്ള സ്ഥലമൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറാൻ പോവുക കേട്ടോ. ചെളിയുണ്ട്, എന്നാലും ഞങ്ങൾ കയറി. ചെളിയുണ്ട്, വഴി പോകുന്ന ഇടത്തൊക്കെ ചെളിയുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു കടയിൽ കയറി പൊറോട്ടയും ബീഫും കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി ബീഫ് കറി ആയിരുന്നു, അടിപൊളി സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും ഇരുന്ന് കഴിക്കും കേട്ടോ. എനിക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ, ഭയങ്കര വിശപ്പ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ടെൻഷൻ കൂടുമ്പം പിന്നെ വിശപ്പ് കൂടും. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. ഇത് നമ്മുടെ മേലുകാവൊക്കെ വന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.